ഹായ് ഹലോ, ഇന്നത്തെ റെസിപ്പി ഹണി ചില്ലി അൽഫാം ചിക്കൻ മന്തിയാണ് കേട്ടോ. പേര് പോലെ തന്നെ വളരെ രുചിയാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇതിൽ നമ്മൾ സ്പെഷ്യലായിട്ട് തയ്യാറാക്കുന്നത് ചിക്കനാണ് കേട്ടോ. വളരെ ടേസ്റ്റാണ് കേട്ടോ ചിക്കൻ കഴിക്കാനായിട്ട്. മന്തി റൈസ് നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. ഇനിയൊരു ചിക്കനെ ഇതുപോലെ വലിയ പീസായിട്ട് 4ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ വരഞ്ഞു കൊടുത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മളൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 1 ടീസ്പൂണ് വിനാഗിരും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ആദ്യത്തെ മാരിനേഷൻ ചെയ്ത് വെക്കുക കേട്ടോ. ഇതൊരു അരമണിക്കൂർ നേരം വെക്കണം. ഇനി നമുക്കൊരു 10-12 കാശ്മീരി ചില്ലിയിൽ നല്ല ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. എരിവിനനുസരിച്ച് ഇതിൻ്റെ അളവൊക്കെ നമുക്ക് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് ആദ്യം ചില്ലി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 5-6 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും അതുപോലെ തന്നെ 5-6 ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു പിടി മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഈ അരച്ചെടുത്ത മിക്സ് നമുക്ക് ചിക്കനിലേക്ക് നല്ലപോലെ തന്നെ പരട്ടി കൊടുക്കാം. ഇതിൽ നിന്നും കുറച്ച് മസാല നമ്മൾ റൈസിലേക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. ഇനി നമുക്കിതൊരു 2 മണിക്കൂർ നേരമൊക്കെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അടുത്തതായിട്ട് റൈസ് ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 3 കപ്പ് ഇന്ത്യ ഗേറ്റിൻ്റെ സെല്ല ബസ്മതി റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കൊരു 1 മണിക്കൂർ നേരം കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കൊരു സോസ് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 5-6 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അങ്ങനെ ചെറുതായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തേനും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. തേന് തിളപ്പിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് പഞ്ചസാര പകരമായിട്ട് ചേർത്ത് കൊടുക്കാം. തേനും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും ഇത് കുറുകി കിട്ടൽ തുടങ്ങും കേട്ടോ. ഇതിന് തണുക്കും തോറും ഒന്നുകൂടി കട്ടിയായിട്ട് വരും ഈ സോസ്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വലിയ പീസായതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും കേട്ടോ. ഇനി നമുക്കിത് മൂടി വെച്ചിട്ടൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ അത് ചിക്കനൊക്കെ നല്ലപോലെ തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ സോസ് കണ്ടില്ലേ, ഇത്രയും കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ചിക്കനിലെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ചിക്കൻ തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം കേട്ടോ. സോസ് പുരട്ടി കൊടുത്തതിന് ശേഷം അധികം നേരിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചിക്കൻ ഓൾറെഡി വെന്ത് കഴിഞ്ഞതല്ലേ. ഇനി 2 മിനിറ്റ് നേരം തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ വരെ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഏലക്ക, ഗ്രാമ്പു, പട്ട എന്നിവയൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു സവാള ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു സവാളയുടെ പകുതിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ക്യാരറ്റും അതുപോലെ തന്നെ ക്യാപ്സിക്കം ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ മന്തി മസാലയാണ് കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ ചിക്കനിലേക്ക് മസാല പുരട്ടുമ്പോൾ മാറ്റി വെച്ചല്ലോ, അതിൽ നിന്നും 1 ടേബിൾ സ്പൂൺ വരെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ഡ്രൈ ലെമണും അതുപോലെ തന്നെ 1 ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. 4.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 3 കപ്പ് അരിക്ക് 4.5 കപ്പ് വെള്ളം, അതായത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ അത് വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളം തിളക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അങ്ങനെ അരിയിട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്കിത് റൈസ് നല്ലപോലെ തന്നെ വെന്ത് കിട്ടും. അതിൻ്റെ ഇടയിൽ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ അത് റൈസൊക്കെ നമുക്ക് നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് അളവാണ് കേട്ടോ വെള്ളത്തിൻ്റെ ഒക്കെ. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ മന്തി റൈസ് ഒന്ന് ട്രൈ ചെയ്തൊന്ന് ദം ചെയ്തെടുക്കാം. നമ്മൾ ചിക്കന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അത് റൈസിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഹണി ചില്ലിയുടെ സോസ് ഉണ്ടല്ലോ, അത് ഒന്നുകൂടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ചാർക്കോൾ കത്തിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് ദം ചെയ്തെടുക്കാം. അങ്ങനെ മന്തിയൊക്കെ നമുക്ക് റെഡി ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ചിക്കൻ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വേറെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം റൈസ് ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ മന്തിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.